ഹിന്ദുമതത്തിന്റെ വികാസം. കുലശേഖരന്മാരുടെ ഭരണകാലത്ത് കേരളത്തിൽ ജൈന ബൗദ്ധ മതങ്ങൾ ക്ഷയിക്കുകയും ഹിന്ദുമതം സുപ്രതിഷ്ഠ നേടുകയും ചെയ്തു. അക്കാലത്ത് തെക്കേ ഇന്ത്യയിൽ പ്രചരിച്ച ഹിന്ദുമത ചൈതന്യത്തെ ഹിന്ദുമതത്തിന്റെ പുനഃസ്ഥാപനമെന്നോ നവോത്ഥാനമെന്നോ വിളിക്കാനുള്ള പ്രവണതയാണ് പണ്ഡിതന്മാർ പൊതുവെ പുലർത്തിക്കാണുന്നത്. ഇത് തീർച്ചയായും ഒരു മിഥ്യാധാരണയാണ്. ഏതെങ്കിലും ഒന്ന് ഏറെക്കാലത്തേക്ക് നിശ്ചലമോ നിഷ്പ്രഭമോ ആയി കിടന്നതിന് ശേഷം വീണ്ടും ശക്തി പ്രാപിച്ച് ഉയർന്നു വരുന്നതിനെയാണല്ലോ പുനരുജ്ജീവനമെന്നോ നവോത്ഥാനമെന്നോ പറയുക. യഥാർത്ഥത്തിൽ കേരളത്തിൽ കുലശേഖര കാലഘട്ടത്തിന് മുൻപ് ഹൈന്ദവ മതത്തിന് പറയത്തക്ക പ്രാധാന്യമുണ്ടായിരുന്നില്ല. പല മതങ്ങളിലൊന്ന് എന്ന നിലയിൽ താണപടിയിലായിരുന്നു അതിൻ്റെ സ്ഥാനം. ആകയാൽ കുലശേഖര ഭരണകാലത്ത് ഹിന്ദുമതം പുനഃസ്ഥാപിതമാവുകയല്ല ചെയ്തത്. നേരെ മറിച്ച് വിഘാതമായി നിന്ന ജൈന ബുദ്ധമതങ്ങളെയും ദ്രാവിഡാരാധനാ സമ്പ്രദായങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അത് കേരളത്തിലെ പ്രമുഖ മതമെന്ന നിലയിൽ ആദ്യമായി പ്രതിഷ്ഠ നേടുകയാണ് ഉണ്ടായത്. AD 8-ാം ശതകത്തിൽ പ്രബലന്മാരായ ബ്രാഹ്മണരുടെ ഒരു പുതിയ സംഘം വെളിയിൽ നിന്ന് വന്നതോടെ മൂർധന്യത്തിലെത്തിയ തീവ്രമായ ആര്യവൽക്കരണത്തിന്റെ സ്വാഭാവിക പരിണാമം മാത്രമായിരുന്നു അന്ന് കേരളത്തിൽ ഹിന്ദുമതത്തിനുണ്ടായ ഈ വിജയം. ഹിന്ദുമതം ജനങ്ങൾക്കിടയിൽ സാർവത്രികമായി പ്രചരിക്കാൻ വേണ്ടി ഭട്ടന്മാരും മീമാംസകനായ പ്രഭാകരനും ചെയ്ത യത്നങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശങ്കരാചാര്യർ. അക്കാലത്തെ ഹൈന്ദവ മതപ്രവർത്തനത്തിന് അദ്വൈത വേദാന്തിയായ ശങ്കരാചാര്യരുടെ AD 788-820 നേതൃത്വത്തിൽ കൈവന്ന ഗതിവേഗം സുപ്രസിദ്ധമാണ്. കുലശേഖര ആഴ്വാരുടെയും രാജശേഖരവർമ്മ ചേരമാൻ പെരുമാൾ നായനാറിന്റെയും സമകാലികനായിരുന്നു അദ്ദേഹം. ആഴ്വാരുടെ കാലത്ത് അദ്ദേഹം നന്നേ ചെറുപ്പമായിരുന്നു. അദ്ദേഹത്തിന് നായനാരേക്കാൾ പ്രായം കൂടും. ശങ്കരന്റെ ജീവിതത്തെക്കുറിച്ച് വിശദ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ചില പ്രധാന സംഭവങ്ങൾ മാത്രം അറിയാം. പെരിയാറിന്റെ തീരത്ത് കാലടിയിൽ ജനിച്ച ഒരു നമ്പൂതിരി ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിലെ അദ്ദേഹം കേരളം വിടുകയും ഇന്ത്യയിലെങ്ങുമുള്ള പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹം ഗൗഡപാദ ശിഷ്യനായ ഗോവിന്ദയോഗിയെ ഗുരുവായി വരിച്ചു. തുടർന്ന് ശങ്കരൻ ഉപനിഷത്ത് തത്വങ്ങളെ സൂക്ഷ്മമായി അപഗ്രഥിച്ച് അദ്വൈത സിദ്ധാന്തം ആവിഷ്കരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രപഞ്ചത്തിൽ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും നിത്യമായില്ലെന്നതാണ് അദ്വൈതവാദത്തിന്റെ അടിസ്ഥാന തത്വം. അദ്ദേഹം ജീവാത്മാവിനെ ബ്രഹ്മ നിർവിശേഷമായി കാണുകയും എല്ലാ ഭൗതിക വസ്തുക്കളെയും മായയായി കണക്കാക്കുകയും ചെയ്തു. മീമാംസകരോടും ബൗദ്ധ പണ്ഡിതന്മാരോടും ശങ്കരൻ ബുദ്ധിപരവും തത്വചിന്താധിഷ്ഠിതവുമായ വിവാദങ്ങളിൽ ഏർപ്പെട്ടു. ജനപ്രീതി നേടിയ ചില ബുദ്ധമത സവിശേഷതകൾ അദ്ദേഹം സ്വീകരിക്കുകയും നവീനവും ആകർഷകവുമായ രീതിയിൽ ഹിന്ദുമതത്തെ പരിഷ്കരിക്കുകയും ചെയ്തു. ബുദ്ധമതത്തിൽ നിന്ന് സന്യാസാശ്രമം എന്ന ആശയം സ്വീകരിച്ച് ഇന്ത്യയുടെ 4 ഭാഗത്തും 4 മഠങ്ങൾ ഏർപ്പെടുത്തി സുശക്തമായ ഒരു ബ്രാഹ്മണാചാര്യ സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. വടക്ക് ബദരീനാഥത്തിലെ ജ്യോതിർമഠവും കിഴക്ക് പുരിയിലെ ഗോവർദ്ധന മഠവും പടിഞ്ഞാറ് ദ്വാരകയിൽ ശാരദാ മഠവും തെക്ക് ശൃംഗേരി മഠവും അങ്ങനെ ശങ്കരൻ സ്ഥാപിച്ചവയാണ്. കേരളത്തിൽ അദ്ദേഹം സ്ഥാപിച്ച മഠങ്ങളാണ് തൃശ്ശൂരെ വടക്കേ മഠവും നടുവിലെ മഠവും എടയിലെ മഠവും തെക്കേ മഠവും. ഈ മഠങ്ങളിലെ ആദ്യകാലാധ്യക്ഷന്മാർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആനന്ദഗിരി തോടകൻ, സുരേശ്വരൻ, ഹസ്താമലകൻ, പത്മപാദൻ എന്നിവരായിരുന്നു യഥാക്രമം. ശങ്കരൻ സ്വന്തം സിദ്ധാന്തത്തിന്റെ പ്രചാരണത്തിനു വേണ്ടി സന്യാസി സംഘങ്ങളെയും ഏർപ്പെടുത്തി. അദ്ദേഹം മീമാംസകരെ നിശിതമായി നിരൂപണം ചെയ്യുകയാലും ബുദ്ധമതത്തെ അനുസ്മരിപ്പിക്കും വിധം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയാലും എതിരാളികൾ പരിഹാസപൂർവ്വം പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ചിരുന്നു. ഹിന്ദുമതത്തിന്റെയും ഹൈന്ദവ സംസ്കാരത്തിന്റെയും ചരിത്രത്തിൽ ശങ്കരന്റെ സ്ഥാനം സമുന്നതമാണ്. അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികൾ ഹിന്ദുമതത്തിന് ബുദ്ധിപരമായ അടിസ്ഥാനം നൽകി. അദ്ദേഹം സ്ഥാപിച്ച ആശ്രമങ്ങളും മഠങ്ങളുമാകട്ടെ ആ മതത്തിന് സുസംഘടിതമായ ഒരു സംവിധാനക്രമവും സംഭാവന ചെയ്തു. പല സംസ്കാരങ്ങളെയും സമന്വയിപ്പിക്കാനുള്ള കേരളത്തിന്റെ വാസന ശാങ്കര ദർശനത്തിലും പ്രകടമാണെന്ന് പറയാം. ഹിന്ദുമതത്തിലെയും ബുദ്ധമതത്തിലെയും വിശിഷ്ട തത്വങ്ങളെ സംയോജിപ്പിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ ഒരനുരഞ്ജനം സ്ഥാപിക്കുവാനായിരുന്നു അദ്ദേഹത്തിന്റെ യത്നം. ഹിന്ദുമതത്തിലെയും ബുദ്ധമതത്തിലെയും വിശിഷ്ട തത്വങ്ങളെ സംയോജിപ്പിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ ഒരനുരഞ്ജനം സാധിക്കുവാനായിരുന്നു അദ്ദേഹത്തിന്റെ യത്നം. മധ്യകാലത്ത് ഭാരതീയ മതചരിത്രത്തിൽ പ്രകടമാകുന്ന ദർശന സമന്വയത്തിന് അടിത്തറ പാകിയത് ശങ്കരനാണെന്ന്
പ്രമാദ ശങ്കയന്യേ പറയാവുന്നതാണ്. പക്ഷേ ശാങ്കര തത്വചിന്തയിൽ ഇസ്ലാം മതത്തിന്റെ നേരിട്ടുള്ള സ്വാധീന ശക്തി കാണാനുണ്ടെന്ന ചില പണ്ഡിതന്മാരുടെ വീക്ഷണം സ്വീകാര്യമാണെന്ന് തോന്നുന്നില്ല. ഉപനിഷത്തുകളും ഭഗവത്ഗീതയുമാണ് അദ്വൈത വേദാന്തത്തിന് അടിസ്ഥാനം. അതേസമയം AD 8-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 9-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും കേരളത്തിൽ ജീവിച്ചിരുന്ന ശങ്കരൻ ഒരു പുതിയ മതമെന്ന നിലയിൽ ഇസ്ലാം മതത്തിന് കേരളക്കരയിൽ ഉണ്ടാകാനിടയുള്ള പ്രചാരം ഹിന്ദുമത വികാസത്തിന് എന്നെങ്കിലും ഒരു വെല്ലുവിളിയായി തീരാമെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ നിലയ്ക്ക് അദ്ദേഹം തന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹിന്ദുമത പരിഷ്കരണ പ്രസ്ഥാനത്തിന് ബോധപൂർവവും സ്വോദ്ദേശ്യവുമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടാവണം. ഭക്തിപ്രസ്ഥാനം. ഹിന്ദുമത പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രഭാകരന്റെയും ശങ്കരന്റെയും പ്രവർത്തനത്തിന് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു. അവർ ഹിന്ദുമത തത്വങ്ങൾ വിശദീകരിച്ചത് സംസ്കൃതത്തിലായിരുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അവ മനസ്സിലായിരുന്നില്ല. 2 ആചാര്യന്മാർക്കും സംസ്കൃത പണ്ഡിതന്മാരെ മാത്രമേ ആകർഷിക്കാൻ കഴിഞ്ഞുള്ളൂ. ബഹുജനങ്ങളെ അവർ സ്പർശിച്ചതേയില്ല. എന്നാൽ ഭക്തിപ്രസ്ഥാനത്തിലെ സിദ്ധന്മാർക്ക് ജാതിഭേദമന്യേ ജനസാമാന്യത്തെ വിജയപൂർവ്വം ഹിന്ദുമതത്തിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു. കേരളത്തിലെ സാധാരണക്കാരിൽ ജൈനമതത്തിനും ബുദ്ധമതത്തിനും അപ്പോഴുമുണ്ടായിരുന്ന സ്വാധീന ശക്തി ഹിന്ദുമതത്തിന്റെ പുരോഗതിക്ക് പ്രതിബന്ധമാണെന്ന് ഹിന്ദുമത പരിഷ്കർത്താക്കൾക്ക് ബോധ്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ പണ്ഡിതന്മാരായ ഹൈന്ദവ സിദ്ധന്മാർ ജാതി വ്യവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ഭക്തിപ്രസ്ഥാനം എന്നൊരു പുതിയ ഗാനാരാധനാ സമ്പ്രദായം രൂപപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഭക്തിഭാവത്തിന്റെ പരമമൂർച്ചയിൽ വിഷ്ണുവിനോ ശിവനോ സ്വയം സമർപ്പിതരാവുക എന്നതായിരുന്നു ഈ പുതിയ പ്രസ്ഥാനം. ഇതിന്റെ ഉപജ്ഞാതാക്കളായ ഭക്തകവികൾ ഭക്തിപരമായ സ്വന്തം അനുഭൂതികളുടെ ആവിഷ്കാരമായി സ്വയം നിർമ്മിച്ച ഭജന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നാട്ടിൻപുറങ്ങളിൽ സ്വച്ഛന്തം ചുറ്റിത്തിരിഞ്ഞു. ലളിതമായ തമിഴിൽ രചിക്കപ്പെട്ട ഈ ഗാനങ്ങൾ സാധാരണ ജനങ്ങളുടെ അന്തരാത്മാവിനെ സ്പർശിച്ചു. ഈ ആരാധനാ ഗാനങ്ങളിലൂടെ വർണ്ണരമണീയമായി ആവിഷ്കരിക്കപ്പെട്ട വിഷ്ണുവും ശിവനും ഹിന്ദുമതത്തെ ബഹുജന ദൃഷ്ടിയിൽ സമാകർഷകമാക്കി. അക്കാലത്തെ ശൈവ വൈഷ്ണവ സിദ്ധന്മാർ എതിർമതങ്ങളുടെ വക്താക്കളെ പരസ്യമായ വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും വെല്ലുവിളിക്കുകയും പലരെയും വാദത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ രാജ്യത്തിലുടനീളം ഹൈന്ദവമായ ഒരു ഉത്തേജനം അലതല്ലുകയും തൽഫലമായി ക്രമേണ ജൈന ബുദ്ധമതങ്ങൾ ക്ഷയിക്കുകയും പൊതുജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ജീവിതത്തിൽ ഹിന്ദുമതം ഒരു സജീവ പ്രേരണയായി പ്രാബല്യം നേടുകയും ചെയ്തു.